ഞങ്ങൾ കുറെ കാണുന്നുണ്ടല്ലോ, പക്ഷെ എല്ലാം ഞങ്ങൾ കാണുന്നുമില്ല അല്ലെ. അപ്പം പ്രവീൺ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായില്ലേ, പ്രവീൺ കണ്ടോ പ്രവീണിന്റെ എപ്പിസോഡ്സ് എല്ലാം? അതിൽ പ്രവീൺ സംസാരിച്ചത് എല്ലാം ഇവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രവീണിന് തോന്നുന്നുണ്ടോ? ഞാൻ ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ട് എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, കാരണം ഇറങ്ങി കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ മേജർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തിനകത്തും ഇൻവോൾവ് ചെയ്തതും എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ വന്നു പറഞ്ഞു, അപ്പോഴും 10,000 ചോദ്യങ്ങൾ ഉണ്ടാവും പ്രവീണിന്റെ ഉള്ളിൽ. എന്തുകൊണ്ട് വൈ മീ? കാരണം ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും വേറെ കുറച്ച് ആൾക്കാരുണ്ടാവാം. പ്രവീൺ കുറെ ആക്റ്റീവായിരുന്നു, ഇനാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുള്ളപ്പോൾ ഞാൻ വൈ പ്രവീൺ എന്നുള്ളത്, ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ പ്രവീൺ ഇപ്പോഴെങ്കിലും കിട്ടിയോ? എനിക്കത് കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് കാരവാനിലേക്ക് വന്നു. കാരവാനിലേക്കല്ല, നമ്മൾ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് നേരെ ലാലേട്ടന്റെ അടുത്തേക്ക് പോകുന്നത്. ലാലേട്ടന്റെ അടുത്ത് പോകുമ്പോഴും എനിക്ക് ആൻസർ ഇല്ല എന്താന്നുള്ളത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നല്ലൊരു ഗെയിമർ ആയിരുന്നു പ്രവീൺ, ലാലേട്ടൻ അങ്ങനെ തന്നെ പറയുന്നത്. എന്നിട്ട് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എവിക്ഷൻ. ലാലേട്ടൻ തന്നെ ആ ഒരു എക്സ്പെക്ടഡ് അല്ലാത്ത രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. അപ്പോഴും എനിക്ക് ഫിഗർ ഔട്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് കാരവാനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, മസ്താനി, ലക്ഷ്മി എന്ന് പറഞ്ഞ 2 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരെ എവിക്റ്റ് ആക്കാനായിട്ട് സബുമാന് കൂടുതൽ വോട്ട് കൊടുത്താണ് ആൾക്കാർ. അപ്പൊ അങ്ങനെ വന്ന സമയത്തേക്ക് എന്റെ വോട്ട് ബാങ്ക് കുറഞ്ഞു പോയി. അതാണ് സംഭവിച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ പ്രവീൺ അറിയോ എന്നറിയില്ല, ലക്ഷ്മി, മസ്താനി, പ്രവീൺ, അത് പ്രവീൺ തന്നെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, നിങ്ങൾ 3 പേരും ഒരു ഗാങ് ആണ്, നിങ്ങൾ ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് പുറമേ ഉള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഗ്യാങ്ങും ഗ്രൂപ്പും അല്ല. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, വൈൽഡ് കാർഡ്സ് വേഴ്സസ് ഹൗസ് മേറ്റ്സ് ആയിരുന്നു ഒരു 1 വീക്കിലെ ചെന്ന ഉടനെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണ്ടത് കൈൻഡ് ഓഫ് ഫിഗർഡ് ഔട്ട്. അവർക്കൊരു ഫിയർ ഉണ്ട് നമ്മളുടെ അടുത്ത്, ഹൗസ് മേറ്റ്സിന്, ഇവരെന്തുകൊണ്ടാവുന്നിരിക്കുന്നത്. കാരണം ടാസ്ക് ഡിസൈൻ ചെയ്തതും തുണി വേഴ്സസ് പണിയായിരുന്നു. നമ്മൾ അവർക്ക് വലിയ പണി കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അവരുടെ ഫിയറിനെ കുറച്ചും കൂടെ ഒന്ന് ഫ്യൂവൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഒരു ബീൻ ബാഗ് ഇട്ടിട്ട് ഞങ്ങളുടെ മൈജി കോർണർ ഉണ്ട്, അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് വെളിയിൽ ചിലപ്പോൾ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഞങ്ങൾ ഭയങ്കര ഗ്യാങ് ചെയ്ത് ഞങ്ങളൊരു ടീമായ പോലെ ഫീൽ ചെയ്തതായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മിയും മസ്താനിയോട് സംസാരിക്കുന്ന പോലെ അതേ ഫ്രീക്വൻസിലാണ് ഞാൻ ബാക്കി ഹൗസ് മേറ്റ്സുമായിട്ട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടപ്പോ അങ്ങനെ ടീമപ്പ് ആയിട്ട് തോന്നിയതായിരിക്കും. നിങ്ങൾ ചെന്നപ്പോ നിങ്ങൾ ഒരു ഗാങ് ആയിട്ട് എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ ആദ്യം അങ്ങനെ തോന്നി, നിങ്ങൾ ഒരുമിച്ച്. കാരണം നിങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു നിങ്ങൾ ആരൊക്കെയാണ് കയറുന്നത്, പിന്നെ അവിടെ ഉള്ളിൽ ആരൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നിരുന്നോ? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ കയറിയതിനു ശേഷമാണ് ഇവരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത്. വൈൽഡ് കാർഡ് എൻട്രിയിലുള്ളത്. കാരണം പരസ്പരം അറിഞ്ഞിരുന്നില്ല, പരസ്പരം നമ്മൾ അറിയുന്നില്ലായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവർക്കറിയാവുന്നത് ഞാനായിരുന്നു അടുത്തൊരു വൈൽഡ് കാർഡ് എന്നുള്ളത്. കാരണം എന്റെ പേര് എങ്ങും ഇല്ലായിരുന്നു ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലിസ്റ്റിലോ എങ്ങും ഇല്ലായിരുന്നു. വീടിനകത്ത് കയറി കഴിഞ്ഞ് വീട്ടുകാർ സർപ്രൈസ് ആയിപ്പോയി, കൂടെ കയറിയ വൈൽഡ് കാർഡ്സ് സർപ്രൈസ് ആയി. കാരണം അതിൽ എങ്ങും ഇല്ലാത്തൊരു പേര് എന്റെ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വൈൽഡ് കാർഡുകൾ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ ബോണ്ടിങ് വരും. കാരണം നമ്മൾ ഇവർക്കെതിരെയാണ്, നമ്മൾ ഇവർക്ക് ആദ്യത്തെ വീക്ക് ഫുൾ അങ്ങനല്ലേ പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കയറിയപ്പോൾ നമ്മൾ ഒരുമിച്ച്, അതുകൊണ്ടുള്ള ഒരു ഒരുമയുടെ ആണോ അവസാന നിമിഷം ബാക്കിയുള്ള ഇൻമേറ്റ്സ് എല്ലാവരും, ആ ഹൗസിലുള്ളവരെല്ലാം ലക്ഷ്മിക്കും മസ്താനിക്കും എഗെയിൻസ്റ്റ് നിന്നപ്പോൾ അന്ന് ഇവരുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് പ്രവീണിനെ. ലക്ഷ്മി മസ്താനിയുടെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്നിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന് മാത്രമാണ് ഞാൻ മസ്താനിയുടെ കൂടെ നിന്നത്. കാരണം ലക്ഷ്മി മസ്താനി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. കാരണം അവർ LGBT കമ്മ്യൂണിറ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ നിന്നു. ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നല്ലോ. അവരത് സപ്പോർട്ടീവ് അല്ലായിരുന്നു, അതിന് എഗൻസ്റ്റ് ആണ്. അവർ നടത്തിയ പല ഇഷ്യൂ, ഫാമിലിനെ വലിച്ചഴിക്കുന്നത്, ഇതിനെല്ലാം ഞാൻ എഗൻസ്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മസ്താനി ഒനീലിന്റെ ഇഷ്യൂ പറഞ്ഞത് മസ്താനിക്ക് ഒരിക്കൽ പോലും അതിന് കോണ്ടന്റ് ആക്കണം എന്നില്ലായിരുന്നു. അതിൽ ഞാൻ മസ്താനിയുടെ കൂടെ തന്നെ നിൽക്കുന്നു. കാരണം അത് ലക്ഷ്മിയാണ് സപ്പോർട്ട് ചെയ്ത് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയത്. കാരണം ഞാൻ അവിടെ വെച്ചും പറഞ്ഞു, നമ്മൾ ബെഡ്റൂമിൽ വെച്ച് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ മസ്താനി ഒനീലിനോട് ചോദിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് മസ്താനി വേണ്ട, എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്, ഇത് അത്ര വലിയ രീതിയിൽ സംസാരിക്കേണ്ട, എനിക്കുണ്ടായ ഒരു തോന്നലായിരിക്കാം, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത് ലക്ഷ്മിയാണ്. അത് അത്രയും സീനാക്കിയത്. അപ്പം ലക്ഷ്മിയുടെ അടുത്ത് പ്രവീൺ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല മസ്താനിയുടെ അടുത്ത് പറഞ്ഞ പോലെ? അല്ല, ആ ഒരു സിറ്റുവേഷനിൽ ഞാനും ലക്ഷ്മി മസ്താനിയും ഉണ്ട്. ഞങ്ങളുടെ 2 പേരോട് ഇത് പറയുന്നുണ്ട്, മസ്താനി എടാ വേണ്ട, ഇത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തപ്പോഴത്തേക്ക് ലക്ഷ്മി ഓടിപ്പോയി അത് ബാത്റൂമിലെത്തി വലിയൊരു സീനാക്കിയതാണ്. അപ്പം അവിടെ അങ്ങനെ ലക്ഷ്മി അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി, മസ്താനി, പ്രവീൺ, നിങ്ങൾ 3 പേരിൽ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള, ഏറ്റവും ക്രിക്കഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്
ആരായിരിക്കും? അത് ലക്ഷ്മിയാണ്. കാരണം വേണ്ടാത്ത കാര്യങ്ങളിൽ ആള് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ഈ ഉള്ളി കേസ്, തക്കാളി കേസ്, പൊട്ടാറ്റോ കേസ് ഒന്നും ഞാൻ എടുക്കത്തില്ല, ഞാൻ എടുക്കുവാണെങ്കിൽ ഇത്തിരി വലിയ കേസ് വേണം, സംസാരിക്കുന്ന വലിയ കാര്യങ്ങളാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഞാൻ വിചാരിച്ച തമാശയ്ക്ക് പറയുന്നതായിരിക്കും, ചിലത് പറയുമല്ലോ വെളിയിൽ ഈ ഉള്ളി കേസ് എന്തിനാ പറയുന്നത്, തക്കാളി കേസ് പറയുന്നതെന്നുള്ളത്. പക്ഷെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പം ആൾ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം വലിയ കേസുകൾ എടുത്തിട്ടുണ്ട്. അത് മോസ്റ്റ് കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള. സോ മോസ്റ്റ് കണ്ടന്റ് പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ലക്ഷ്മിയാണ്. അപ്പോ ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയാ, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ, ശരിക്കും കണ്ടന്റ് നോക്കി നിന്ന് കളിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അതെ, ഡെഫിനറ്റ്ലി സമ്മതിക്കുന്നുണ്ട്. കാരണം കോണ്ടന്റിന് വേണ്ടി. പക്ഷെ ദർ ഇസ് നോ റൈറ്റ് ആൻഡ് റോങ് ഫോർ ഹെർ. ആള് പറയുന്നത് ഇത് ഇപ്പം വെളിയിൽ വലിയ പ്രശ്നമാക്കണം എന്നുള്ള രീതി സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇത് എന്റെ സ്റ്റാൻഡ് ഇതാണ്, അതുകൊണ്ട് ഇത്രയും ഞാൻ പുറത്ത് നിൽക്കുന്നതല്ല. ഇത് വെളിയിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് ഉണ്ടാവും. ആ കാര്യങ്ങൾ മാത്രമേ ആൾ അവിടെ എടുത്തു. അപ്പം അന്നേരം ഈ LGBTQ ഇഷ്യൂ തന്നെയും അവിടെ ലാലേട്ടനായിട്ട് ആർഗ്യൂ ചെയ്തതും ലക്ഷ്മി ഇപ്പോഴും ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നതും എല്ലാം ഇത് ഭയങ്കര പ്ലാൻഡ് ആണ് ലക്ഷ്മി, അല്ലെ? വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കളിക്കുകയാണ്. ഡെഫിനറ്റ്ലി. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ ഇതേപോലെ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മി ഇട്ടൊരു പോസ്റ്റ് കണ്ടത്. സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലക്ഷ്മി തന്നെ ലവ് ഇസ് ലവ് എന്തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി മനസ്സിലായി ആള് ഇതിനുമായിട്ടൊക്കെ സപ്പോർട്ടുള്ള ആളാണ്. പക്ഷെ ഗെയിം ഷോയിൽ വരുമ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുണ്ടല്ലോ വേറെ ഇതിനെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ സപ്പോർട്ട് എനിക്ക് വാങ്ങിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ആള് പ്രിറ്റൻഡ് ചെയ്ത ഒരു പേഴ്സോണയാണ് അത്. അതുകൊണ്ടാണ് ഷിയാസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് സെയിം തന്നെ ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചിരുന്നു. ഇത് തന്നെ കാണിച്ചിട്ട് പറഞ്ഞു, പുറത്ത് FB യിലൊക്കെ ഇത് വന്നിട്ട് ലക്ഷ്മി ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ. അതെ അതെ. അല്ല, അതിന് വേറെ റീസണും ഉണ്ട്. എനിക്കൊന്ന് ഞങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ എന്തോ ഞങ്ങൾ ഡ്രസ്സ് മാറി കഴിഞ്ഞ സമയത്ത് ഞാൻ കാണുന്നുണ്ട്, വന്ന ഉടനെ തന്നെ ആദിലയോട് പറയുന്നുണ്ട് ലക്ഷ്മി, ഇതേപോലെ എന്റെ മോൻ കാണുന്ന ഷോ ആണിത്, ഇവിടെ ഇത് ഇൻഫ്ലുവൻസ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓടിച്ചെന്നു. കാരണം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ചെന്ന് സംസാരിച്ചതിൽ നിന്നും പിന്നെ ലക്ഷ്മിയുടെ ഒരു 2 വീക്ക് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് ലക്ഷ്മിക്ക് ആകെ ഒരു 3-4 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. എന്റെ മോൻ ഇൻഫ്ലുവൻസ് ആവും, ഇത് സൊസൈറ്റിയിൽ നോർമലൈസ് ചെയ്യരുത്, ഇത് അങ്ങനെ ആവാൻ പാടില്ല. ഇതിന് നമ്മൾ റീസൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു 3-4 കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞു. അതാണ് എങ്ങനെ തെലങ്ങനം വിലങ്ങനം എങ്ങനെ ചോദിച്ചാലും ലക്ഷ്മിക്ക് ഒരേ ഒരു സെന്റൻസ്, ഒരേ ഒരു ആൻസർ, ഇത് മാത്രമാണ്. ലാലേട്ടൻ തന്നെ പലപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ലാലേട്ട ഇതെനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിക്ക് അപ്പൊ ഫ്രണ്ട്സ് ഇല്ല? എനിക്ക് ബൈസെക്ഷൽസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്, എനിക്ക് ലെസ്ബിയൻ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് പലരും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഈ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു 3-4 വേർഡ്സും 3-4 സെന്റൻസുകളും പഠിച്ചിട്ട് വന്നിട്ട് അത് മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഷോ കാണുമ്പോൾ ലാലേട്ടൻ, നമുക്കറിയാലോ ലാലേട്ടനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും ആ ഒരു ഇത്. അപ്പൊ ലാലേട്ടനെ പോലത്തെ ഒരാൾ വന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ കുറെ ചോദിക്കുന്നു, ലക്ഷ്മിയുടെ അടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്നു. അതെല്ലാം ചെയ്യുമ്പോഴും ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാണ്, ഒരു രീതിയിലും മാറ്റുന്നില്ല. അപ്പൊ ലക്ഷ്മിയുടെ സ്ഥാനത്ത് പ്രവീൺ ആയിരുന്നെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ പ്രവീണിന്റെ സ്റ്റാൻഡ് എങ്ങനെയായിരുന്നിരിക്കും? അവിടെ സോറി പറയോ? ഡെഫിനറ്റ്ലി. കാരണം ലാലേട്ടനെ പോലെ ഒരു വലിയൊരാള് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റ്, എനിക്കൊന്നൊരു മനുഷ്യനിലെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം. അതിപ്പോ നമ്മൾ മനസ്സിലാക്കണം. കാരണം പലർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ വ്യൂ പോയിന്റ്സ് ഉണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളോട് ലാലേട്ടനെ പോലെയോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പറയുകയാണ് നീ ചെയ്ത തെറ്റിതാണ്, തെറ്റിന് റീസൺസും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിൽക്കുന്നത്, അതായത് എന്റെ സ്റ്റേറ്റ്മെന്റിന് എനിക്കെന്നും ശരിയാണ് എന്ന് പറഞ്ഞ് തുറന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോ ലക്ഷ്മിക്ക്, ഇപ്പം പ്രവീൺ അറിയാലോ, ഇപ്പൊ പുറമേ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഷിയാസ് പോയി, ശോഭ പോയി, റിയാസ് പോയി, ഇപ്പൊ ഇങ്ങനത്തെ പല ഗസ്റ്റുകൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ഇപ്പോ നമ്മളെല്ലാരും വിചാരിക്കുന്നത് പോലല്ല, നേരെ പോസിറ്റീവായി. ഇപ്പൊ ഭയങ്കര വോട്ടിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരു വേറെ തരത്തിലുള്ള ഒരു ഗെയിം തന്നെയാണോ? അതൊരു ഗെയിം തന്നെയാണ്. ഗസ്റ്റ് പോയിട്ട് ഗസ്റ്റിനുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ട് പോവുക അവരുടെ ടാസ്ക് ആണ്. അല്ലാതെ ലക്ഷ്മിനെ ടാർഗറ്റ് അല്ലായിരുന്നു അവർ ചെയ്യേണ്ടത്. കാരണം ഒരു മാസ് ഓഡിയൻസിലുള്ള ആൾക്കാർ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഡെഫിനറ്റ്ലി കൂടും. അതാണ് ബിഗ് ബോസിന്റെ ഒരു കോർ ഗെയിം പ്ലാനും. അതില് സംഭവം ലക്ഷ്മി വിജയിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വന്ന ഗസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അത്രയ്ക്കങ്ങ് ലക്ഷ്മിനെ കോർണർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്, തോന്നുന്നുണ്ട്. കാരണം അവർ ഒരുമിച്ച് 3 പേരും വന്ന് ലക്ഷ്മിനെ തന്നെ കോർണർ ചെയ്തപ്പോഴാണ് അവിടെ ലക്ഷ്മിക്ക് വോട്ടിംഗ് കൂടിയത്. പക്ഷെ ഇപ്പം ഈ സമയത്ത് ഗസ്റ്റുകൾ വന്നില്ലായിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് ഈ പറയുന്ന പോലെ അവിടെ ലാലേട്ടന്റെ എഗെയിൻസ്റ്റ് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ലക്ഷ്മിക്ക് വോട്ടിംഗ് തീരെ കുറഞ്ഞു പോയേനെ, അല്ലേ? ഈവൻ വീടിനകത്ത് പോലും ഞങ്ങളൊക്കെ ലക്ഷ്മിയുടെ ഈ ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ LGBT
കമ്മ്യൂണിറ്റിക്കെതിരെ ലക്ഷ്മി സംസാരിക്കുമ്പോൾ ലക്ഷ്മിയോട് തിരിച്ച് നമ്മുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വി മേഡ് ഷുവർ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഒരിക്കലും കോർണർ ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ ആ ഒരു ഫൈറ്റ് നടന്നാലും ലക്ഷ്മിന്റെ കൂടെ ഇരുന്ന് പിന്നെ സംസാരിക്കും. എനിക്ക് ഇന്നലത്തെ ഒരു ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ സമയത്ത് നൂറ തന്നെ സൈഡിൽ ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരാളെ കോർണർ ചെയ്യുമ്പോഴും അവരെ മാറ്റി നിർത്തുമ്പോഴാണ് ഈ ഒരു അയ്യോ അവർക്ക് ഇവരുടെ പ്രശ്നം പറഞ്ഞത് കൊണ്ട് ഇവരെ മാറ്റി നിർത്തുന്നു, നമുക്കപ്പോ അവർക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് ഫീൽ ചെയ്യുന്നത്.